സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 81 അതിൻ്റെ 13-ാം തിരുവചനം. അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 81-ാം സങ്കീർത്തനം ആസാഫ് എന്ന സങ്കീർത്തനക്കാരൻ എഴുതിയതാണ്. അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായി സങ്കീർത്തനം രചിക്കുമ്പോൾ ദൈവം സംസാരിക്കുകയാണ്. ഓരോ തലമുറയിലും ജീവിക്കുന്ന ജനങ്ങളോട് ദൈവം ഇതുപോലെ തിരഞ്ഞെടുത്ത പ്രവാചകരിലൂടെ, അതുപോലെ ശാസ്ത്രിമാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ, ക്രിസ്തു ശിഷ്യരിലൂടെ, കർത്താവിൻ്റെ ദാസന്മാരിലൂടെ ഒക്കെ ദൈവം സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ എഴുതിയ സങ്കീർത്തനക്കാരിൽ ഒരു കൂട്ടം പേരിലൂടെ ദൈവം സംസാരിച്ചിട്ടുണ്ട്. അവരിൽ ഒരാളായ ആസാഫ് 81-ാം സങ്കീർത്തനം രചിക്കുമ്പോൾ അദ്ദേഹത്തിലൂടെ ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഇന്ന് ഈ വായിച്ചു കേട്ട വചനത്തിൽ 2 പ്രധാന കാര്യങ്ങൾ നമുക്ക് ദൈവിക ഉപദേശമായി സ്വീകരിക്കാനുണ്ട്. അത് നമുക്ക് പ്രാർത്ഥനയോടെ ശ്രവിക്കാം. ആദ്യമായി നാം വായിച്ചു കേട്ട 81-ാം സങ്കീർത്തനം 13-ാം വചനത്തിൽ പറയുന്നത് ദൈവവചനം കേൾക്കുന്നത് സംബന്ധിച്ചാണ്. ദൈവത്തിൻ്റെ വചനം അത് ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്, അത് ഇരുവായ്ത്തല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് നമ്മുടെ അന്തരാത്മാവിനെ തുളച്ചു ചെല്ലുന്ന വലിയ ശക്തിയാണ്. ആ ദൈവവചനം നമ്മെ ജീവിപ്പിക്കും, നമ്മെ ശക്തീകരിക്കും, നമ്മെ ബലപ്പെടുത്തും, മുന്നോട്ടുള്ള പ്രയാണത്തിന് പാത തുറക്കും, വഴികാട്ടും. ആ വചനം നമ്മുടെ കാലിന് ദീപമാണ്, അത് പാതയ്ക്ക് പ്രകാശമാണ്. ദൈവവചനത്തിൻ്റെ പ്രകാശത്തിൽ നടക്കാത്ത അനേകർ ഇടറി വീണ് നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവ് ആസാഫിലൂടെ നൽകുന്ന സന്ദേശം അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ശബ്ദമാണ് അയ്യോ എന്നുള്ളത്. നാം പലപ്പോഴും ചില അപകടങ്ങളിൽ, ചില ശോധനകളിൽ, ചില പരീക്ഷകളിൽ പെടുമ്പോൾ അറിയാതെ വിളിച്ചു പോകുന്ന ശബ്ദമാണല്ലോ അയ്യോ എന്നുള്ളത്. അതേ ശബ്ദം ഇവിടെ ഉപയോഗിക്കുവാൻ കാരണം ആ ദൈവവചനം കേൾക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ കുറിക്കുകയാണ്. രണ്ടാമതായി ഈ വചനത്തിൽ പറയുന്നത് നാം ദൈവ വഴികളിൽ നടക്കണം എന്നുള്ളതാണ്. 2 വഴികൾ ഈ ഭൂമിയിലുണ്ട്. ഒന്ന് ദൈവ വഴി, 2 ഈ ലോകത്തിൻ്റെ വഴി. ഈ ലോകത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ദൈവവുമായി എന്നേക്കുമായി വേർപെട്ടു പോകുന്ന, അകന്നു പോകുന്ന ഒരു വഴിയാണ്. അത് മനുഷ്യൻ്റെ തോന്നിയവാസം അഥവാ മനുഷ്യൻ്റെ ഇഷ്ടാനുസരണം ജീവിക്കുന്ന, ദൈവവചനത്തെ ഉപേക്ഷിച്ചുള്ള, ദൈവത്തെ ഉപേക്ഷിച്ചുള്ള, നീതിയും ന്യായവും ഉപേക്ഷിച്ചുള്ള വഴി. അതിനെ ഈ ലോകത്തിൻ്റെ വഴിയെന്ന് പറയാം. ആ വഴിക്ക് തന്നെ മറ്റൊരു പേരുമുണ്ട്. അത് സാത്താൻ്റെ വഴിയാണ്.
അത് പിശാചിൻ്റെ വഴിയാണ്. ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ അതിൻ്റെ അനന്തരഫലം നിത്യനരകമെന്നും തിരുവചനം വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന് ദൈവവചനം ശ്രവിക്കുന്നവരോട് പറയാനുള്ളത് ദൈവവഴിയിൽ തിരിച്ചു വരിക എന്നുള്ളതാണ്. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഫലകരമായി തീരുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ദൈവവചനം കേൾക്കാം, ദൈവവഴിയിൽ സഞ്ചരിക്കാം. ആമേൻ. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം.